SP വന്നിട്ട് ബോഡി കൊണ്ടുപോയാൽ മതിയെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. SP നേരിട്ടെന്ന് നോക്കാനാ CMന്റെ ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഈ പെണ്ണിന്റെ ഭർത്താവ് ബൈ ഇലക്ഷനിൽ ഭരണകക്ഷിയുടെ കാൻഡിഡേറ്റ് അല്ലേ? രാഷ്ട്രീയക്കാർ ഓരോന്ന് കുത്തിപ്പൊക്കാണ്ടിരിക്കാനുള്ള കരുതലാവും. കരുതലിലൊന്നും ഒരു കാര്യമില്ല സാറേ. താൻ വണ്ടി ഒന്ന് എടുക്ക്, അത്യാവശ്യം ഒരു വീട് വരെ ഒന്ന് പോകണം. അതെ, ഇവിടെ എന്താ ആള് കൂടിയിരിക്കുന്നത്? ഈ വീട്ടിലൊരു സ്ത്രീ മരിച്ചു. എന്തു പറ്റിയതാ? എന്തോ കഴിച്ചാന്നാ പറയുന്നത്. നേരം വെളുത്തപ്പോ മരിച്ചു കിടക്കുന്ന കണ്ടത്. ഓ, ആത്മഹത്യയാണല്ലേ? ആയിരിക്കും. SP-യുടെ വണ്ടിയാ തോന്നുന്നത്. വാ 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 വാ. ഇതൊരു സഹതാപ തരംഗമാക്കി മാറ്റിയാൽ അത് നമ്മുടെ പാർട്ടിക്ക് അനുകൂലമായി തീരുമെന്നുള്ള യാതൊരു സംശയമില്ല. അതെ സാർ, അതന്നെയാണ്. ജോണ പോന്നു. കുറച്ചു നേരമായി സാർ, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അതാരാ? മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളാ സാർ. അച്ഛൻ പ്രഭാകരൻ തമ്പി, അമ്മ ദേവകി. ആ പയ്യനേതാ? അനിയനാ? അറിയില്ല സാർ. മരിച്ച പെൺകുട്ടിയുടെ കസിനാണ് സാർ. മറ്റേ രണ്ടുപേര് എന്റെ അച്ഛനും അമ്മയാണ് സാർ. നമ്മളാരാ? ഞാൻ അശോകൻ, ഇവിടെ അടുത്തുള്ളതാണ് സാർ. തമ്പി സാറ് ഞങ്ങളും ഫാമിലി ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് ഇതെന്താടോ ക്രൈം സീനിൽ സിവിലിയൻസ് കയറി നിരങ്ങുന്നത്? അല്ല സാർ, ഇവര് പാർട്ടിയുടെ. എന്ത് പാർട്ടി? പുറത്തിറക്കി പറഞ്ഞോ. അല്ല സാർ, എന്താ ഇത്? ടെലിവിഷനാണ് സാർ. എങ്ങനെ മനസ്സിലായി? അടുക്കളയിൽ നിന്ന് കിട്ടിയതാ. തേൻ ചേർത്താ കഴിച്ചിരിക്കാൻ തോന്നുന്നു. സോറി സാർ. എന്നെ വിളിച്ചപ്പോൾ ലെറ്റർ ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്? അതെ സാർ, ആദ്യ പരിശോധനയിൽ കിട്ടിയില്ല. പിന്നീട് ഈ ടേബിളിലെ ഡ്രോയർ പരിശോധിച്ചപ്പോ ഒരു ബുക്കിൽ നിന്നാ കിട്ടിയത്. ആരാണ് ആദ്യം ബോഡി കണ്ടത്? ഇവരാണ് സാർ. ഈ സ്ത്രീയാണ് ഇവിടുത്തെ ജോലിക്കാരി. എവിടെ കയറി? ഇവിടെയാണോ കിടക്കുന്നത്? അല്ല, പണി കഴിഞ്ഞാ വൈകുന്നേരം വീട്ടിൽ പോകും. സാറില്ലാത്തപ്പോ രാത്രി കിടക്കാൻ വരും. ഇന്നലെ സാറില്ലായിരുന്നല്ലോ, പിന്നെന്താ കിടക്കാഞ്ഞത്? സാറില്ലാത്തോണ്ട് കിടക്കാൻ വരണമെന്ന് രശ്മിക്കുഞ്ഞു പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്താ കിടക്കാഞ്ഞെന്നല്ലേ ചോദിച്ചത്? ഞാൻ വന്നപ്പോ സാറിവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ തിരിച്ചുപോയി. പറയാതെയോ? പറയാൻ വേണ്ടി ചെന്നതാ സാറേ. പക്ഷേ അവര് തമ്മിൽ എന്തോ കശിപിശയായിരുന്നു. അതുകൊണ്ട് പറയാൻ നിന്നില്ല.
എന്തായിരുന്നു പ്രശ്നം? വ്യക്തമായി കേട്ടില്ല, പക്ഷേ എന്തോ പണ്ടത്തിന്റെയോ പണത്തിന്റെയോ കാര്യം പറയുന്നത് കേട്ടു. സർ, മേശപ്പുറത്ത് കുറച്ച് സ്വർണം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഉം.